ശ്രീ ഗുരുഭ്യോ നമസ്കാരം. ഗുരുഗീത 51 തൊട്ട് 55 വരെയുള്ള ശ്ലോകങ്ങളാണ് ഇന്ന് പറയുന്നത്. തസ്യൈ ദിശേ സതതമഞ്ജലിരേഷ ആര്യേ പ്രക്ഷിപ്യതേ മുഖരിതോ മധുപൈർബുധൈശ്ച ജാഗർത്തി യത്ര ഭഗവൻ ഗുരുചക്രവർത്തി വിശ്വോദയ പ്രളയ നാടക നിത്യസാക്ഷി. ആര്യേ, ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിലയങ്ങളാകുന്ന നാടകത്തിന് ഏകസാക്ഷിയായ ഗുരുചക്രവർത്തി ഏതു ദിശയിലാണോ ജാഗ്രതയിലിരിക്കുന്നത് ആ ദിശ അഞ്ജലിബദ്ധരായ വിദ്വാൻമാരാകുന്ന മധുപങ്ങളാൽ മുഖരിതമായിരിക്കുന്നു. ശ്രീനാഥാദിഗുരുത്രയം ഗണപതിം പീഠത്രയം ഭൈരവം സിദ്ധൗകം പടുഗത്രയം പദയുഗം ദൂതീക്രമം മണ്ഡലം വീരാൻ ദൃഷ്ടചതുഷ്കഷഷ്ടിനവകം വീരാവലി പഞ്ചകം ശ്രീമന്മാലിനി മന്ത്രരാജസഹിതം വന്ദേ ഗുരോർമണ്ഡലം. ശ്രീനാഥാദിഗുരുത്രയം, ഗണപതി, ഭൈരവന്മാർ, സിദ്ധസംഘങ്ങൾ, വടുകത്രയം, ദ്വിതിമണ്ഡലം, വിവിധ വീരാവലികൾ എന്നീ ഗുരുമണ്ഡലങ്ങളെ മാലിനീ മന്ത്രോച്ചാരണപൂർവം വന്ദിക്കുന്നു. അഭ്യസ്തൈ സകലൈ സുദീർഘമനിലൈർവ്യാധിപ്രദൈർദുഷ്കരൈ പ്രാണായാമശതൈരനേകകരണൈർദുഃഖാത്മകൈർദുർജയൈ യസ്മിന്നഭ്യുദിതേ വിനശ്യതി ബലീ വായുഃ സ്വയം തത്ക്ഷണാത് പ്രാപ്തും തത്സഹജം സ്വഭാവമനിശം സേവധ്വമേകം ഗുരും. സുദീർഘങ്ങളും വ്യാധിപ്രദങ്ങളും ദുഷ്കരങ്ങളും അഭ്യസ്തമായ 100 കണക്കിന് പ്രാണായാമങ്ങളാലും മറ്റനേകം കർമ്മങ്ങളാലും ദുർജയങ്ങളായ സകല വായുക്കളും ആരുടെ ഉദയത്താലാണോ സ്വയം തക്ഷണം നശിക്കുന്നത് ആ ഗുരുവിനെ സഹജവും സ്വാഭാവികവുമായ ഭാവത്തോടെ സേവിക്കേണ്ടതാണ്. സ്വദേശികസ്യൈവ ശരീരചിന്തനം ഭവേദനന്ദസ്യ ശിവസ്യ ചിന്തനം സ്വദേശികസ്യൈവ ച നാമകീർത്തനം ഭവേദനന്ദസ്യ ശിവസ്യ കീർത്തനം. സ്വഗുരുവിൻ്റെ ശരീരത്തെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അനന്തശക്തിയായ ശിവസ്വരൂപത്തെ ചിന്തിക്കുന്നതിന് തുല്യമാണ്. ഗുരുനാഥൻ്റെ നാമസങ്കീർത്തനമാകട്ടെ അനന്തജ്യോതിസായ ശിവനാമസങ്കീർത്തനം തന്നെ. പാദഗണികാകാഭി സംസാരദുഃഖവാരിതേ സേതുബന്ധായതേ നാദം ദേശികം തമുപാസ്മഹേ. ഏതൊരു ഗുരുനാഥൻ്റെ പാദധൂളി ലേശം പോലും സംസാരവാരിധി കടക്കാനുള്ള സേതുവായി ഭവിക്കുന്നുവോ ആ സദ്ഗുരുവിനെ ഞാൻ നിത്യം ഉപാസിക്കുന്നു.